ചെറുകഥ വിശുദ്ധ ദുരന്തം. രചന ജോൺ കുര്യൻ. കടപ്പാട് സോഷ്യൽ മീഡിയ. വോയിസ് സജി ശ്രീവത്സം. വള്ളികുന്നം നാടിന് പ്രിയപ്പെട്ട വള്ളിനിക്കറിട്ട് നടന്നിരുന്ന ചെക്കനായിരുന്നു വിപിൻ. ചെറുപ്പത്തിൽ മൂക്കളയൊലിപ്പിച്ച് ചാടി നടന്നിരുന്ന വിപിൻ ഇന്ന് പയറുവള്ളി പോലെ വളർന്ന് അമരയ്ക്ക പയറ് പോലെ പൊടിമീശയും വെച്ച് ഒരു പ്രൊഫഷണലായി മാറാനുള്ള തത്രപ്പാടിലാണ്. ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് ഫേമസ് ആകുക എന്നത്. എന്നാൽ താൻ നാടിന് ദുരന്തമായി മാറിയാലോ എന്ന് ചിന്തിച്ച് പ്രൊഫഷണൽ കോഴ്സിനായി തലസ്ഥാനത്തേക്ക് സ്വയം പറിച്ചു നട്ടു. അനന്തപുരിയുടെ മാസ്മരികതയിൽ ലയിച്ചു ചേർന്ന ചെക്കൻ പഠിത്തത്തിനൊപ്പം ഒരു വലിയ സൗഹൃദ വലയത്തിനും തുടക്കമിട്ടു. കൂടെ ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ മിമിക്രിയും ചെറിയ ആൽബങ്ങളിൽ നടിക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ട് തൻ്റെ മുഖവും ഒരു ആൽബത്തിലെങ്കിലും വരണമെന്ന ലക്ഷ്യവുമായി ആദ്യം മുട്ടിയത് പ്രശസ്ത ഗാനരചയിതാവും പാട്ടുകാരനുമായ ഫാദർ നിക്സൺ പോളച്ചിറയിൽ അച്ഛൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആയിരുന്നു. ആദ്യം ലൈക്കും പിന്നീട് ഷെയറും അതിനുശേഷം കമൻറ്റുകളുമായി അച്ഛൻ്റെ വീഡിയോകൾ അവൻ പ്രൊമോട്ട് ചെയ്തു. ഏതായാലും തേടിയ വള്ളി കാലിൽ ചുറ്റി സ്വന്തം ഇടവകയിലെ പള്ളിപ്പെരുന്നാളിന് ഒരു വീഡിയോ ഉണ്ടാക്കി തൻ്റെ പള്ളിയിലും നാട്ടിലും ഒന്ന് പേരെടുക്കണമെന്ന ഒറ്റ കാരണത്താൽ പ്രളയ ദുരന്തത്തിൽപ്പെട്ട നാടിനു വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കാം എന്ന ഇൻസ്പിറേഷനുമായി പോളച്ചിറയിലച്ഛനെ സമീപിച്ച് ബിബിൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു ദുരന്തം വന്ന നാടല്ലേ, പള്ളിപ്പെരുന്നാളിന് വിശുദ്ധന്റെ നാമത്തിൽ ഒരു ഗാനമെഴുതി അത് റിലീസ് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന് അച്ഛനും ചിന്തിച്ചു. ബിബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു വീഡിയോ റിലീസും ചെയ്തു. ആദ്യം തന്നെ വീഡിയോയുടെ ലിങ്ക് പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. പള്ളിയിലെ യുവരക്തങ്ങളുടെ സിരകളിൽ യുവജനശക്തി ഇരമ്പി. വിശുദ്ധനെക്കുറിച്ചുള്ള ഗാനമല്ലേ, അതെങ്ങനെ ഒരു നാടിന്റെ ദുരന്തമാകും? അതായിരുന്നു അവരുടെ ചോദ്യം. പ്രളയത്തെ വിറ്റ് കാശാക്കാനാണോ എന്നായി അവരുടെ സംശയം. പാവം ബിബിൻ. ഗ്രൂപ്പിൽ കൂടി യുവാക്കളും അച്ചായന്മാരും എന്ന് വേണ്ട പ്രവാസികൾ പോലും അവനെ പഞ്ഞിക്കിട്ടു. എന്തായാലും നനഞ്ഞിറങ്ങി ഇനി തോർത്തിക്കയറാമെന്ന് ചിന്തിച്ച് വീഡിയോയുടെ ക്യാപ്ഷൻ മാറ്റി വീണ്ടും അപ്ലോഡ് ചെയ്തു. യുവജനങ്ങൾ ശാന്തരായി. അഭിനന്ദനങ്ങളുടെ പ്രവാഹം കൊണ്ട് ഇൻബോക്സ് നിറഞ്ഞു. ലൈക്കുകൾ നോക്കി ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു കോൾ വന്നത്. ഫാദർ നിക്സനാണ്. ഹലോ ബിബിനെ, നമുക്കൊരു ആൽബത്തിൻ്റെ കൂടി വർക്ക് വന്നിട്ടുണ്ട്. ബിബിൻ വേണം അതിന് പ്രൊഡക്ഷൻ കൺട്രോളറാകാൻ. അടുത്ത ആഴ്ച നമുക്കതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാം, ഓക്കെ? അച്ഛൻ്റെ സ്വരം ബിബിൻ്റെ കാതുകളിൽ ഒരു തിരമാല കണക്കെ ഉയർന്നു പൊങ്ങി. അതേ ഉയരത്തിൽ നിന്ന നിൽപ്പിൽ ഒരു ചാട്ടവും. സീലിംഗ് ഫാനിൽ തലയിടിച്ച് റൂംമേറ്റിൻ്റെ മടിയിലേക്ക് വീണപ്പോഴും ബിബിന് യാതൊരു കൂസലുമില്ല. പൂച്ച നാലുകാലിൽ വീണതുപോലെ.